മനുഷ്യരല്ല, നായകളാണ് കുക്കുർ തിഹാർ ആഘോഷത്തിലെ നായകന്മാർ. കുക്കുർ എന്നാൽ നേപ്പാളി ഭാഷയിൽ നായ എന്നർത്ഥം. നമ്മുടെ ദീപാവലിക്ക് സമാനമായ ഉത്സവമാണ് തിഹാർ. 5 ദിവസമാണ് ആഘോഷം. 2-ാം ദിവസമാണ് നായകൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. 3-ാം ദിവസം പശുക്കളെയും 4-ാം ദിവസം കാളകളെയും ആദരിക്കുന്നു. മരണദേവനായ യമരാജന്റെ സന്ദേശവാഹകരായിട്ടാണ് നായ്ക്കളെ ഹിന്ദുക്കൾ കാണുന്നത്. മഹാഭാരതത്തിൽ യുധിഷ്ഠിരന്റെ അവസാന യാത്രയിൽ കൂടെയുണ്ടായിരുന്നത് 4 കാലുള്ള ആ സുഹൃത്തായിരുന്നു. ശിവന്റെ അവതാരമായ ഭൈരവന്റെ വിശ്വസ്ത വാഹനം നായയാണ്. ഋഗ്വേദത്തിൽ മോഷ്ടിച്ച കന്നുകാലികളെ വീണ്ടെടുക്കുന്നതിൽ ഇന്ദ്രനെ സഹായിച്ചതും നായ്ക്കളാണ്. കഥകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വിശ്വസ്തതയുടെയും സംരക്ഷണത്തിന്റെയും പ്രതീകങ്ങളായ നായകളെ ആദരിക്കുകയാണ് ചടങ്ങിന്റെ ലക്ഷ്യം. ആഘോഷങ്ങളുടെ ഭാഗമായി വീടുകളും തെരുവുകളുമെല്ലാം അലങ്കരിക്കും. ആളുകൾ നായ്ക്കളെ പൂമാലകൾ അണിയിക്കും. അരിപ്പൊടി, തൈര്, കുങ്കുമം ഇവ കലർത്തി നായകളുടെ നെറ്റിയിൽ ചാർത്തും. നായകൾക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ടാകും. തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായകൾക്കും അന്നേ ദിവസം കുശാലാണ്. ഔദ്യോഗിക തലത്തിലും നേപ്പാളി ജനത അന്നേ ദിവസം നായകൾക്ക് ആദരവർപ്പിക്കാറുണ്ട്. സായുധ പോലീസ് സേനയിൽ അന്നേ ദിവസം ഗംഭീരമായ പരിപാടികളായിരിക്കും ഉണ്ടാവുക. നായ്ക്കളെ ഇത്രയധികം ആദരിക്കുന്ന മറ്റൊരു രാജ്യം ലോകത്തുണ്ടോ എന്ന് സംശയമാണ്.